Hi friends, welcome to my channel. ഇന്ന് നമുക്ക് പുതിയൊരു നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ട് നെക്ക് ലൈൻ വരച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ നെക്ക് റൗണ്ടായിട്ട് വരയ്ക്കുക. റൗണ്ട് നെക്കിലാണ് ഈ വർക്ക് വരുന്നത്. എന്നിട്ട് താഴോട്ട് നമുക്ക് എന്തോരം നീളത്തിലാണോ വേണ്ടത് അത്രയും നീളത്തിൽ നമ്മൾ ഒരു സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന് രണ്ട് സൈഡിലോട്ട് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ ഫുള്ള് ഈ ലൈൻ തന്നെ വരയ്ക്കുന്നുണ്ട്. 1 ഇഞ്ച് വിട്ട് ഒരേ അളവിൽ 1 ഇഞ്ച് വിട്ട് ഫുള്ള് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡ് ഇതെല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഷുഗർ ബീഡ്സ്. ഇതൊക്കെ നമുക്ക് എല്ലാ കളറിലും കിട്ടും. കുറച്ച് ഷുഗർ ബീഡ്സ് തയ്ച്ചിട്ട് അതിന് ഇടയിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് കൊടുക്കാം. നമുക്ക് പഴയ പോലെ തന്നെ ആ കുത്തിയെടുത്ത് തന്നെ ഒന്നുകൂടെ കുത്തിയെടുത്ത് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ഈ ഗോൾഡൻ കളർ ബീഡിൻ്റെ അകത്തൂടെ ഒന്ന് തിരിച്ചു കുത്തുവാണെങ്കിൽ അത് ലോക്കായിട്ട് ഇരിക്കും. അത് അങ്ങനെ ഷെയ്ക്ക് ആവത്തില്ല. ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയായിട്ടൊരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാം. എന്തോരം നീളത്തിലാണ് വേണ്ടത് അത്രയും നീളത്തിൽ കുത്തിയെടുത്തിട്ട് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യുന്ന പോലത്തെ അതിൻ്റെ രീതിയിലാണ് പെറ്റൽസ് വരുന്നത്. 1 2 3 4 5 6 7 8 9 10 ഒരു 15 പ്രാവശ്യം ചുറ്റിയെടുത്തു. എന്നിട്ട് പതിയെ നീഡിൽ ഇങ്ങനെ തിരിച്ച് ഊരിയെടുക്കുക. ഈ സൈഡിലോട്ട് ചെയ്യാം. അപ്പം അതേ പിടിച്ചുകൊണ്ട് വലിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡിലൂടെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം.
ഇനി നമുക്ക് താഴത്തെ വശം കൂടെ ചെയ്യാം. നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സും ചെയ്തെടുക്കാം. നമുക്ക് പഴയതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ്സ് കൊടുക്കാം. അതുപോലെ ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ടും ഒരു ഗോൾഡൻ കളർ ബീഡ് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫുൾ ലൈനും വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫ്ലവർ കൊടുക്കുന്നത് അതിലും 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു പിങ്ക് കളറും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അടുത്തത് ഒരല്പം ഇടവിട്ട് അടുത്ത ഫ്ലവർ വരും. ഈ ഫ്ലവറിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കാം.